students, today in this video we are going to discuss LCM and HCF finding method. That is how to find LCM and HCF by prime factorization method. Last video il nammal fundamental theorem of arithmetic aayirunnu discuss cheyikondirunathu. Adile factorize cheyyunnathokke nammal parnu. Aa method use cheyidittu allengil aa theorem use cheyidittu nammal LCM um HCF um kaanunnathaanu ee video il nammal nokkan povunnu. Okay, namukku oru example edutittu adu nokkam. First one, simple example എടുക്കാം 6 and 22 example. Okay, first നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം ഫാക്ടർ ചെയ്യണം. അതായത് ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് നമ്മൾ എഴുതണം. അങ്ങനെ ആവുമ്പോൾ 6 ന്റെ പ്രൈം ഫാക്ടർ എങ്ങനെയാണ്? 6 2 3 അറിയാലോ, നമ്മൾ പഠിച്ച കാര്യമാണ്. 3 1 is it? Then 20 വരുമ്പോൾ 20 2, here comes 10, then 2 5 5 1. ഓക്കെ, ലാസ്റ്റ് 1 വരുന്നവർ ചെയ്യുന്നു, പക്ഷെ 1 നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഇനി 6ന്റെ ഫാക്ടേഴ്സ്, അപ്പം നമ്മൾ 6നെ എങ്ങനെ എഴുതാം? 2 into 3 എന്നുള്ള ടേംസിൽ എഴുതാം. ഇനി 20 എഴുതുകയാണെങ്കിലോ 20 equals 2 into 2 into 5 which equals 2 raised to 2 into 5. Is it? 2 into 2നെ നമ്മൾ 2 raised to 2 into 5 എന്ന് എഴുതി. ഇനി ഇതിന്ന് LCMഉം HCFഉം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് HCF നോക്കാം. HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? HCF മീൻസ് the product of the smallest power of each common prime factor in the number. That is, product of the smallest power of each common prime factor in the number. Product of smallest power of each common prime factor. അതായത് ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ, പ്രൈം ഫാക്ടർ, അതെങ്ങനെയുള്ളതാണ്? അതിൻ്റെ സ്മോളസ്റ്റ് പവർ, രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന സ്മോളസ്റ്റ് പവർ ആയിട്ടുള്ള ഇതിൻ്റെ മൾട്ടിപ്പിളാണ് എന്ത്? HCF എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 2 മാത്രമാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. ഇവിടെ 2ൻ്റെ പവർ 2 സ്ക്വയർ ആണ് അല്ലേ? ഇതിലാണ് നമുക്ക് 2 raised to സ്മോളസ്റ്റ് പവർ വരുന്നത്. ഇവിടെയാണ് 2 raised to 1 അല്ലേ ഇത്? അപ്പോൾ ഇത് മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. 3ഉം 5ഉം ഒന്നും നമുക്ക് കോമൺ ആയിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ 2 raised to 1, അതായത് 2 ആണ് നമ്മുടെ LCM അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന സ്മോളസ്റ്റ് പവറിൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇവിടെ ഒറ്റ ടേം മാത്രമേ കോമൺ ആയിട്ട് വരുന്നു, 2 മാത്രം. അപ്പോൾ HCF എന്ന് പറയുന്നത് 2. ഇനി വാട്ട്സ് LCM? LCM എന്ന് പറയുമ്പോൾ LCM means product of the greatest power of each prime factor involved in the same number. Product of the greatest power of each prime factor involved in the same numbers. അതായത് രണ്ട് നമ്പേഴ്സിലും വരുന്ന പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടേഴ്സ്. അതായത് രണ്ടിലും കോമൺ ആയിട്ടല്ല, രണ്ടിലും വരുന്ന പ്രൈം ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് വരുന്നത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? അതിൽ രണ്ടിലും വരുന്നതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവറിൻ്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 2 വരുന്നത്. 2ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എത്ര വരുന്നത്? 2 raised to 2 അല്ലേ? 2 raised to 2 ഇൻറ്റു, ഇനി നെക്സ്റ്റ് വരുന്നത് 3 വരുന്നുണ്ട്. 3ൻ്റെ ഗ്രേറ്റസ്റ്റ് 3 എന്നാണ്. അപ്പോൾ 3 ദെൻ 5 അല്ലേ? 5ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇവിടെ വരുന്നത് 5 ആണ്. ദെൻ ഈക്വൽസ് 4 into 3 into 5, 5 4s are 20, 20 into 3 60. Is it? Then here LCM is 60 and here HCF is 2. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി നമുക്ക് വേറൊരു കേസും കൂടി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് 6ൻ്റെയും 20ൻ്റെയും കണ്ട സമയത്ത് അതിൻ്റെ LCM 60യും HCF 2 ആണ് കിട്ടിയത്. ഇനി രണ്ടാമത് സെക്കൻഡ് വേറൊരു കേസ് എടുത്ത് നോക്കാം. സെക്കൻഡ് കേസ് നമ്മളിവിടെ എടുക്കുന്നത് 96 and 404. ഓക്കെ, 96 and 404 ഈ കേസാണ് എടുക്കുന്നത്. ഓക്കെ, 96ൻ്റെ നമുക്ക് നോക്കാം. 96 നോക്കുമ്പോൾ 96 2 4 8 then 2 2 4 then 2 12 then 2 6 again 2 3 then 3 1 finish. Then 404 എടുക്കുമ്പോൾ 2 then 202
then 2, 101, then 2, sorry, 101, then 101 itself, then again 1. Finish. Okay. Then ഇവിടെ 96ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 96 equals 1, 2, 3, 4, 5. 5 times 2. Is it? 2 raised to 5 into 3. Okay. Then 404 into 404 equals 2 times 2. 2 raised to 2 into 101. Okay. ഇനി നമുക്ക് ഫസ്റ്റ് HCF കണ്ടുപിടിക്കാം. HCF കണ്ടുപിടിക്കുമ്പോൾ HCFിൽ എന്താണ്? രണ്ടിലും കൂടിയുള്ള ഫാക്ടറിൻ്റെ സ്മോളസ്റ്റ് പവർ അല്ലേ? രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ളത് 2 ആണ്. അതിൽ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 2 raised to 2. ഓക്കെ, ദാറ്റ് ഈസ് 4. ഹിയർ അവർ HCF ഈസ് 4. ദെൻ LCM നമുക്ക് കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കാൻ എങ്ങനെ LCM കണ്ടുപിടിക്കാം? ഹയസ്റ്റ് പവേഴ്സിൻ്റെ മൾട്ടിപ്പിൾ എടുക്കണം. ദെൻ ഹിയർ 2 ഉണ്ട്, 3 ഉണ്ട്, 101 ഉണ്ട്. 2ൻ്റെ 2 raised to 5, then into 3, then into 101 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. ഫസ്റ്റ് ഇത് ചെയ്ത്, സെക്കൻഡ് കേസ് ഇത് ചെയ്തു. അതിൽ രണ്ടിലും LCMഉം HCFും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് നമ്മൾ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് HCF ഓഫ് A and B. അതായത് 2 നമ്പേഴ്സ് നമുക്ക് ഗിവൺ ആണെങ്കിൽ അതിൻ്റെ HCF ഓഫ് A and B, HCF ഓഫ് A and B, HCF ഓഫ് AB into LCM ഓഫ് AB, LCM ഓഫ് AB is equal to A into B എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഈ നമ്മൾ 2 ചെയ്ത എക്സാമ്പിൾ വെച്ചിട്ട് ഇക്വേഷൻ കറക്റ്റ് ആണോ? HCF ഓഫ് AB ഇൻറ്റു LCM ഓഫ് AB ഇസ് ഈക്വൽ ടു A ഇൻറ്റു B എന്നുള്ളൊരു ഫോമിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നോക്കാം നമുക്ക്. HCF ഓഫ് AB എന്ന് പറയുന്നത് 620 അല്ലേ? ഫസ്റ്റ് കേസിൽ 620. അതിൻ്റെ HCF എന്ന് പറയുമ്പോൾ 2. ഓക്കെ, HCF എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ HCF ഓഫ് AB എന്ന് പറയുന്നത് 2 ഇൻറ്റു LCM ഓഫ് AB. LCM ഓഫ് AB എന്ന് പറയുമ്പോൾ 60 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 60 എത്രയാണ്? 120 അല്ലേ? 120 ആണ്. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടണ്ട. അത് ഈക്വൽ ടു A ഇൻറ്റു B ആണോ നോക്കാം. A ഇൻറ്റു B എത്രയാ? 6 ഇൻറ്റു 20. 6 ഇൻറ്റു 20 എത്രയാ? 6 to 12 അല്ലേ? 12 120 ആണ്. 6 ഈക്വൽ ടു 6 ഇൻറ്റു 20യും എന്താണ്? 120 ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. ഫസ്റ്റ് കേസിൽ ഇറ്റ്സ് ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് ഇത് ഓക്കെ ആണോ നോക്കാം. സെക്കൻഡ് കേസിൽ നോക്കാം. സെക്കൻഡ് കേസിൽ നമുക്ക് വരുന്നത് 96ഉം 404 അല്ലേ? ഇതിൻ്റെ HCF എന്ന് പറയുമ്പോൾ 2 raised to 4 ആണ് വരുന്നത്. 4 ഇൻറ്റു LCM എന്ന് പറയുമ്പോൾ 2 raised to 5 ഇൻറ്റു 3 ഇൻറ്റു 101. അതങ്ങനെ നമുക്ക് എഴുതാം. 2 raised to 5 ഇൻറ്റു 3 ഇൻറ്റു 101 ആണ് ഇത്. ഇവിടെ വരുന്നത് 96 ഇൻറ്റു 404 അല്ലേ? 96 ഇൻറ്റു 404. 96 ഇൻറ്റു 404 എത്രയാണ് വരുന്നത്? ഇവിടെ നമുക്ക് 96 ഇൻറ്റു 404 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 784 ആണ് കിട്ടുന്നത്. 784 ആണ് കിട്ടുന്നത്. ഇത് ചെയ്താലും കറക്റ്റ് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. 4 ഇൻറ്റു ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ 4 ഇൻറ്റു അപ്പുറത്ത് 96 കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈക്വൽസ് ടു 96 ആണ് എനിക്ക് കിട്ടുന്നത്. 4 ഇൻറ്റു 96 കിട്ടും. അതിൻ്റെ ആൻസറും സെയിം തന്നെയാണ്. 38784 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് ഈ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ സെക്കൻഡ് കേസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ LCM കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഇത്രയും പ്രോബ്ലംസ് ചെയ്തിട്ട് LCM കണ്ടുപിടിക്കുകയാണ്. ഈക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന
ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ വെച്ചിട്ട്, അതായത് HCF ഓഫ് AB ഇൻറ്റു LCM ഓഫ് AB ഈസ് ഈക്വൽ ടു A ഇൻറ്റു B. ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കാം. അതായത് HCF, ഇതിൽ LCMഉം Aയും Bയും LCMഉം തന്നിട്ട് HCF കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ HCFും Aയും Bയും തന്നിട്ട് LCM കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ HCFും LCMഉം തന്നിട്ട് A ഇൻറ്റു B എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുത്തുന്നുണ്ട്. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.